കേരള അസംബ്ലി ഇലക്ഷനിൽ അഖിൽ മാരാർ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് തൃക്കാക്കരയിരിക്കുന്നു എന്ന വിഷയം എല്ലാവർക്കും അറിയാം. പക്ഷേ അദ്ദേഹത്തിന് വളരെ രൂക്ഷമായ വിമർശനങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വൈഫ് ആണെന്ന് തോന്നുന്നു, രാജലക്ഷ്മി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു അഖിൽ മാരാറിന്. അപ്പൊ അതിന് താഴെ വന്നിട്ടുള്ള കമന്റുകൾ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ലെങ്തി. അഖിൽ മാരാറിന്റെ ക്യാപ്ഷൻ തന്നെ കണ്ടോ, നേരിനൊപ്പം നേറുവഴിയിൽ അഖിൽ മാരാർ, ജനങ്ങൾ കൂടെയുണ്ടെങ്കിൽ അസാധ്യം ഒന്നുമില്ല. തൃക്കാക്കര നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി, ചിഹ്നം ചക്ക. ചക്ക ചക്ക ചക്കേ ചക്ക. ആരും മറക്കില്ല, ചിഹ്നം ആരും മറക്കില്ല, പെട്ടെന്ന് തന്നെ ബ്രെയിനിൽ സ്റ്റോർ ആവും ചക്ക. അപ്പോൾ രാജലക്ഷ്മി ആണെങ്കിൽ അഖിൽ മാരാറിൻ്റെ താടിക്ക് പിടിച്ചിട്ടൊരു നൃത്തമുണ്ട്, ഒരു നൃത്തം, മതിലിനോട് ചാരിയിട്ടുള്ളൊരു നൃത്തം. അതിപ്പോഴേ നിൽക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഈ നൃത്തം പിന്നെ നിൽക്കാൻ പറ്റില്ലല്ലോ. ഫസ്റ്റത്തെ അവസാനത്തെ നൃത്തം തോന്നുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കമൻറ്റിലോട്ട് പോവാം. കമൻറ്റുകളാണ് രസം. അതിലൊരു പോസിറ്റീവ് കമൻറ്റ് പോലും ഇല്ല എന്നാണ് വളരെ അതിശയിപ്പിച്ചത്. രാജലക്ഷ്മി അഖിലിട്ട പോസ്റ്റ് ഇങ്ങനെയാണ്: പണ്ട് എവിടെയോ നഷ്ടമായ എൻ്റെ അണ്ണനെ ഇന്ന് വീണ്ടും ശക്തനായ ഒരാളായി കണ്ടപ്പോൾ അഭിമാനം മാത്രം. അതിന് വന്നേക്കുന്ന കമൻറ്റുകളാണ് വായിക്കാൻ പോകുന്നത്. ജംഷി കാളികാവ്, അണ്ണന് ഓടാനുള്ള കണ്ടം റെഡിയാക്കി വെക്കണം, ഇനി ആ സമയത്ത് അത് കണ്ടില്ലെങ്കിൽ അതിന് കോൺഗ്രസിനെ പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിൻ്റെ താഴെയുള്ള കമൻറ്റ്. അടുത്തത് അജേഷ് കൃഷ്ണൻ, അടുത്തത് അജേഷ് കൃഷ്ണൻ, ഇന്ത്യ വിരുദ്ധൻ വന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ കമൻറ്റുകൾ വായിക്കാം. അൻസിൽ ഫെബിൻ, പേടിക്കണ്ട, അണ്ണൻ വീട്ടിൽ തന്നെ കാണും. നീതു മാഹി, ചേർന്ന പാർട്ടി ബെസ്റ്റ് പാർട്ടി, കഷ്ടം. അരവിന്ദ് MJ, അണ്ണൻ കണ്ടിടും. രാജേഷ് രാജ്, ക്യാഷ് പോയാൽ എന്താ, പോസ്റ്ററിൽ വന്നില്ലേ കെട്ടിവെച്ച ക്യാഷ് 3G. സുരഭി ജിജു, അങ്ങനെ സഹിക്കുന്നു ഇതിനെ. ഷഹാൽ CP, അണ്ണൻ്റെ ചിഹ്നം പൊളി. ഫവാസ് അഹമ്മദ്, നഷ്ടമായ അണ്ണനെ പച്ച ചാണകത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, ഇനി കേരള ജനത തീരുമാനിച്ചോളും. അണ്ണൻ്റെ കാര്യം ദിവസത്തിൽ 5 നേരം നിലപാട് മാറുന്ന അണ്ണനെ ചാണകത്തിൽ ചവിട്ടിയതോടുകൂടെ ഇഷ്ടപ്പെട്ട ആയിരക്കണക്കിന് ആളുകൾക്ക് വെറുപ്പായി, അറപ്പായി. ഇനി പഴയ മാമ്പഴ കച്ചവടത്തിലേക്ക് തിരിച്ചു വിടുന്ന കാര്യം കേരള ജനത ഏറ്റെടുത്തു. ജിൻസൺ വർഗീസ്, അണ്ണൻ വീട്ടിലിരുന്നോളൂ. ജംഷി കാലിക്കറ്റ്, ഇനി ഇലക്ഷൻ കഴിഞ്ഞു. ജംഷി കാലിക്കറ്റിൽ നിന്ന് ഒരു കമൻ്റ് ഇട്ടിരിക്കുന്നു. ഇനി ഇലക്ഷൻ കഴിഞ്ഞു അണ്ണൻ എന്നും വീട്ടിൽ തന്നെ ഉണ്ടാവും. മുഹമ്മദ് റാഫി, ചാണകത്തിൽ വീണാൽ ഇത്രയ്ക്ക് ശക്തിയൊക്കെ കിട്ടുമോ? വിനോദ് വെണ്ണിയൂർ, ഏത് ബിഗ് ബോസിൽ പോകുന്നതിലും നല്ലത് ലുലു മാളിൽ പോയി മുണ്ടു പൊക്കി സാധനം നാട്ടാരെ കാണിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് അവസാനം അതേ ബിഗ് ബോസിൽ പോയി കപ്പടിച്ചിട്ട് കുറച്ച് വാണങ്ങളെ ഫാൻസാക്കി ഇവൻ്റെ വിടുവായതിന് കൈയടിച്ച് പാസ്സാക്കിയത് കണ്ടു ഞാൻ. എന്തേ വലിയ സംഭവമാണ് എന്ന് സ്വയം വിചാരിക്കുന്ന ഒരു കിഴങ്ങനാണ് അഖിൽ കോട്ടത്തല. വിപിൻ R, പേടിക്കണ്ട, ഇലക്ഷൻ കഴിയുമ്പോൾ അണ്ണൻ വീണ്ടും പഴയതുപോലെ വീട്ടിൽ തന്നെ കാണും. അബൂബക്കർ എലശ്ശേരി, അണ്ണന് കുറച്ചൊക്കെ വില ഉണ്ടായിരുന്നു, അത് ഇലക്ഷനോട് കൂടി എല്ലാം തോട്ടിലാവും. അതുൽ കെ ചേളന്നൂർ, ഇവൻ വായ തുറക്കാതെ മണ്ടത്തരം പറയാതെ ഇരുന്നാൽ 3ാം സ്ഥാനം ഉറപ്പാണ്, ഇല്ലെങ്കിൽ എത്ര താഴോട്ട് പോകുമെന്ന് പറയാൻ പറ്റില്ല. എന്താണ് ഓരോരോ കമൻറ്റ്. ഷെയ്ഖ് അലി, എന്തെന്നോ ശക്തി. അനില, കൊച്ചേ നിൻ്റെ അണ്ണനെ കുറച്ചു പേർക്ക് ഇഷ്ടമായിരുന്നു, ഇതോടെ അതും ഇല്ലാതായി, ചാണകത്തിൽ മുങ്ങി, ഇനി പൊങ്ങട്ടെ. ജിമ്മിൽ പോയ ജിന്ന്,
പൊങ്ങച്ചൻ്റെ കാര്യത്തിൽ ഒന്നിനെ മറികടക്കും ഇമ്മാതിരി തൊലിക്കട്ടി. സുനിൽ കോടത്ത് വേലേശ്വരം. നിങ്ങൾക്ക് തോന്നിക്കാണും, നമുക്ക് തോന്നിയില്ല. ചക്ക ആയത് നന്നായി, ഒന്നിനും പറ്റിയില്ലെങ്കിൽ പുഴുങ്ങി തിന്നാമല്ലോ. രേഷ്മ ശ്രീനി, നിങ്ങൾ എന്ത് ഓവറാണ് സ്ത്രീയെ. ദിലീപ് ജോസഫ് കിഴങ്ങൻ. വിഷ്ണു ഭൈരവൻ, അണ്ണൻ ഇങ്ങനെ വർഗീയവാദി ആയതിൽ അഭിമാനം മാത്രം. രാജേഷ്, ഉള്ള വില കളഞ്ഞല്ലോ അണ്ണൻ, ഒന്ന് പറഞ്ഞു കൊടുത്തൂടായിരുന്നോ. അൻസാർ സെലിൻ, ഇലക്ഷൻ കഴിഞ്ഞു, രണ്ടുപേർക്കും കൂടി ചക്കയും തൊലിച്ച് വീട്ടിലിരിക്കാം. മിഥുൻ കെ, പേടിക്കണ്ട, കൺമുന്നിൽ വീട്ടിൽ തന്നെ കാണും. ദീപു ബാലചന്ദ്രൻ, നീ അവനെ തള്ളി തള്ളി ചാണകക്കുഴിയിൽ കൊണ്ടു ചാടിച്ചു. ഹാരിസ് VFC, തോറ്റാൽ വീട്ടിൽ പോയി ഇരിക്കുക, പിന്നെ ചാണകത്തിൽ ചെവിട്ടി എന്നും പറയാം. ലോകേഷ് PK, ആരാണ് പറഞ്ഞത് അണ്ണൻ ശക്തനായി എന്ന്? അണ്ണൻ തന്നെയാണോ? ജബ്ബർ അബ്ദുൽ ഖാദർ, ഒരുപക്ഷെ അവൻ സ്വതന്ത്രനായി നിന്നിരുന്നെങ്കിൽ ജനങ്ങൾ കൂടെ നിന്നേനെ. രഞ്ജിത്ത് അനസ്, ഇവൻ്റെ സിനിമ പോലെ തന്നെ ആകും റിസൾട്ട്. അനിൽ ജോർജ്, മാരാറെ നിൻ്റെ വില നീ തന്നെ കളഞ്ഞു. സൂര്യാദേവ്, അണ്ണൻ ഇത്തവണ തൂക്കും 100%. സുഹേൽ ഹനീഫ റൗത്തർ, വെറും ചക്കക്കൂട്ടാനോടൊപ്പം. ആകാശ് വിയു, അണ്ണൻ തോറ്റ് വീട്ടിലേക്ക് വരും. സജിത് ലാൽ, പണ്ട് അണ്ണൻ ചാണകം ആയിരുന്നു, അത് അറിയാം. ആശ അല്ലൂസ്, കോമാളി, അതാണ് ഇവൻ. അനീഷ് മുഹമ്മദ്, എൻ്റെ വിജയണ്ണ. സോജൻ പള്ളിക്ക, അണ്ണ എന്നു തന്നെയല്ലേ വിളിച്ചത്? വേറെ ഒന്നും ഉദ്ദേശിച്ചില്ലല്ലോ അല്ലേ? റാഫ് സാംബ്രി, തന്തയില്ലാത്ത അണ്ണൻ. സുഹേൽ PK, അവൻ തോറ്റിട്ട് വരുമ്പോൾ ഇതൊക്കെ ട്രോളായി വരും, അപ്പോൾ ചിരിച്ച് മരിച്ചു പോവല്ലേ. റോമിയോ S, അണ്ണൻ്റെ ഗുണ്ടി. അമൽ പ്രകാശ്, പുള്ളിയോട് ഓന്തിനെ പോലെ നിറം മാറാതെ ആദ്യം നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ പറയൂ. ഷൈജു നാരായണൻ മനു, ഇപ്പോൾ ചാണകത്തിൽ പൊന്തിയില്ലേ. വിനോദ് MK, ആശംസകൾ. സന്ദീപ് വാഴക്കാടൻ, ആഴ്ചയിൽ നിലപാട് മാറ്റുന്ന അണ്ണന് കെട്ടിവെച്ച കാശ് തൃക്കാക്കരയിൽ കിട്ടില്ല. സുനിൽ തോമസ്, അത് തോറ്റു കഴിയുമ്പോൾ മാറും. സഹദ് പാലോട്, പോയി ആ ഇഷ്ടം പോയി. ഷുഹൈബ് സുബൈർ, ഓ പിന്നെ ഭയങ്കരം കൊച്ചയെ, അവനെ വലിച്ചു വല്ല കൊട്ടത്താലായാലും കൊണ്ടുപോയി. ഇത് എറണാകുളമാണ്. കൊട്ടത്താലായാലും കൊണ്ടുപോകും, ഇത് എറണാകുളമാണ്. കൊട്ടത്താളായാലും കൊണ്ടുപോകും, ഇത് എറണാകുളമാണ്. ജോബിൻ ജോസഫ്, അണ്ണനെ ഇനി ഒരിക്കലും നഷ്ടപ്പെടില്ല, കാരണം ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ അണ്ണൻ സ്ഥിരം വീട്ടിലുണ്ടാവും. സനൽ, കഷ്ടം, എല്ലാം തീർന്നു, ഓർമ്മ വേണം. കേരളം സാക്ഷി. അഞ്ചു വള്ളിക്കുന്ന്, എന്ത് അണ്ണൻ, ഈ കേരളം മനുഷ്യർക്കുള്ളതാണ്, അല്ലാതെ വർഗീയതക്ക് അല്ല. ശരത് കുമാർ, അണ്ണന് പറ്റിയ ചിഹ്നം. ദീപ ബിനു, നിൻ്റെ അണ്ണൻ 8 നിലയിൽ പൊട്ടും. നൗഫൽ നാസർ, രാജലക്ഷ്മി അഖിൽ, പണ്ട് ബിഗ് ബോസിൽ വലിയ ഇഷ്ടമായിരുന്നു, ഇത് ഇപ്പോൾ BJP പോയതോ നമ്മൾ സുഡാപ്പി ആയതോ ഒന്നും അല്ല വിഷയം. അണ്ണൻ്റെ വായ്ത്താളം വെച്ച് ഉദ്ഘാടനം നടത്തി, വീടും സെക്കൻഡ് കാറും ഡ്യൂപ്ലി ഷർട്ടും ഒക്കെ ഇട്ടു. അണ്ണൻ്റെ വായ്ത്താളം വെച്ച് ഉദ്ഘാടനം നടത്തി, വീടും സെക്കൻഡ് കാറും ഡ്യൂപ്ലി ഷർട്ടും ഒക്കെ ഇട്ടു പച്ചരി മാറി ബസ്മതി തിന്നു ജീവിക്കാൻ തുടങ്ങിയത് അല്ലേ ഉള്ളൂ. അത്യാഗ്രഹം ആപത്താണ് അണ്ണ എന്ന് പറഞ്ഞു കൊടുത്തില്ല. കഴിഞ്ഞ ദിവസം കാണിച്ച മറ്റേ പഴയ ഷെഡിലേക്കുള്ള ദൂരം അത്ര വിദൂരം ആയിരിക്കില്ല. വീട്ടിലുള്ള പെണ്ണുങ്ങൾ വേണം ചില കാര്യങ്ങളിൽ അഭിപ്രായം പറയാനും തിരുത്താനും. വെച്ച് കിട്ടുന്ന എല്ലാം മേടിച്ചു നക്കി വളരും എന്ന് ആണ് എങ്കിൽ ഗുഡ് ലക്ക്. ആനന്ദകൃഷ്ണൻ, കെട്ടിയവനോട് പോയി കിളക്കാൻ പറ, ബിഗ് ബോസിൽ എന്നത് വെറും അപരാധ പ്രോഗ്രാം. കൊല്ലരുതാത്ത കുറേ മൈരുകളെ സുഹൃത്തുക്കളെ, ഇതിൽ ഇങ്ങനെ ഒരുപാട് കമൻറ്റുകളുണ്ട്. എനിക്ക് ഇത് വായിച്ച് തീർക്കാൻ കഴിയുന്നില്ല. കാരണം സുഹൃത്തുക്കളെ ഇതിൽ ഇതുപോലെ ഒരുപാട് കമൻറ്റുകളുണ്ട്. അപ്പോൾ ഞാൻ ഈ കമൻറ്റുകളെല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്ത് ഞാൻ ഇട്ടേക്കാം, പ്ലേ ചെയ്ത് ഇട്ടേക്കാം. കാരണം എനിക്ക് വായിക്കാൻ വയ്യ. ദിവ്യാനിൽ, പക്ഷേ അണ്ണൻ BJPക്ക് കൂടി പേരുദോഷം ഉണ്ടാക്കുകയാണല്ലോ ചേച്ചി. സൈഫ് അബ്ദുൽ, ചാണകത്തിൽ കിടന്നു ഉരുളുന്ന നിൻ്റെ അണ്ണനെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയില്ലെങ്കിലേ അതിശയമുള്ളൂ. കൊള്ളാം,
ഇനാബിച്ചിക്ക് മരപ്പെട്ടി കൂട്ടി. ലിബിൻ ഷാ ഇടയ്ക്ക് എപ്പോഴെങ്കിലും അണ്ണനോട് പറഞ്ഞു കൊടുക്കുക, ആഴ്ചയിൽ അണ്ണൻ നിലപാട് മാറ്റരുതേ എന്ന്. അഷ്റു നമ്മൾക്ക് മൈ ആണ്. ഷാരോൺ റജി നിൻ്റെ അണ്ണനെ കൊണ്ട് നാട്ടുകാർക്കല്ലേ പ്രശ്നം. നിതിൻ ഒന്നും ടെൻഷൻ ആവണ്ട, പോകുന്ന പോക്ക് കണ്ടിട്ട് ഇലക്ഷൻ കഴിഞ്ഞ് വീട്ടിൽ തന്നെ കാണും. സെയ്ദ് അലി അഖിൽമാരോട് കുറച്ചൊക്കെ ബഹുമാനമുണ്ടായിരുന്നു, പക്ഷേ ഈ ചാണകത്തിൽ വീണപ്പോൾ ഉള്ള ബഹുമാനം കൂടെ പോയി. നസീർ മൂച്ചള നായ. ബൈജു ഒന്നും കിട്ടൂല. ബൈജു തുവൂർ ഞങ്ങൾക്ക് അഭിമാനം. ബൈജു തുവൂർ ഞങ്ങൾക്ക് അപമാനം. അബ്ദുൾ റസാക്ക് ഒരു തോർത്തുമുണ്ട് ശരിയാക്കി വെച്ചോ അണ്ണനെ മൂടാൻ. മായാവി അണ്ണൻ അല്ല അവൻ കുണയാ. ഷാജഹാൻ അടപ്പാൾ പഴയ ചാണകം. മനീഷ് ഗോപൻ വിജയാശംസകൾ. സംഗീത എൻ കുമാർ സീസണ് പറ്റിയ ചിഹ്നം. അനിൽകുമാർ അഖിൽ മാരാർ കി ജയ്. കുരക്കുന്ന പട്ടികൾ കുരക്കട്ടെ, ഇപ്പോൾ നമുക്ക് ടൈം ഇല്ല കല്ലെറിയാൻ, അതുകൊണ്ട് മുന്നോട്ട് പോകുക. ഹേമന്ത് കുമാർ വോട്ട് എണ്ണിക്കഴിയുമ്പോൾ ചേച്ചിയുടെ അണ്ണൻ ഒരു വരക്കമുണ്ട്, ഒരു ലോഡ് ചക്കയുമായി. അലൈ എന്തൊക്കെ കാണണം. സക്കീർ അലി നിങ്ങൾ ഒരു സ്ത്രീ ആയതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. അണ്ണൻ ഒരാൾ എത്രയോ രൂപ. അണ്ണൻ ഒരാൾ. ജാക്കബ് വർഗീസ് ചാണകത്തിൽ ചവിട്ടി പോയില്ലേ. അനിൽകുമാർ ഉംഫൈ. സാജൻ ചേർത്തല 4-ാം തീയതി കഴിയുമ്പോൾ അയ്യോ കരയുന്നു. ഉണ്ണി ശാന്തു നിനക്ക് ദളിതർ എന്താണെന്ന് അറിയാമോ. വർഗീസ് നൈനാൻ സാബുവിൻ്റെ ചെലവ് അല്ലേ. ലതാ പ്രതാപ് ദൈവത്തെ ഓർത്ത് കൊച്ച് വാ തുറക്കാതിരുന്നാൽ കുറച്ചെങ്കിലും വോട്ട് കിട്ടും. സജീർ ഒമർ എന്തായാലും കുറച്ച് ചിരിച്ചോ. കോശി കർണാൻ പണ്ട് അണ്ണനെ വീട്ടിലെ പശു പുല്ലിൻ്റെ കൂട്ടത്തിൽ തിന്നു. പണ്ട് അണ്ണനെ വീട്ടിലെ പശു പുല്ലിൻ്റെ കൂട്ടത്തിൽ തിന്നു. 2 ദിവസം മുൻപ് പശു തൂറിയപ്പോൾ പച്ച ചാണകത്തിൽ അഖിൽ അണ്ണൻ ചിരിച്ചുകൊണ്ട് കിടക്കുന്നു. മുഹമ്മദ് ഇനി ഇപ്പോൾ ചക്ക കൂട്ടാൻ വെച്ച് 2 പേർക്കും ചാണകം കൂട്ടി കഴിക്കാം. ജുബിൻ തോമസ് അഭിനന്ദനങ്ങൾ. കതിരേഷ് BJP ഒരിക്കലും കേരളത്തിൽ അധികാരത്തിൽ വരില്ല എന്ന അഖിലാണ്ടി പറയുന്ന വീഡിയോ ഓടിക്കളിക്കുന്നുണ്ട് ശശി. അശ്വിൻ RB അണ്ണൻ CPIM ആയിരുന്നുവെങ്കിൽ വലിയ വിജയം ഉണ്ടാകും. പക്ഷേ എന്ത് ചെയ്യാൻ BJP ആയിപ്പോയി. അണ്ണൻ എന്ത് കണ്ടിട്ടാണ് എന്താ ആയത് എന്ന് മനസ്സിലാകുന്നില്ല. ബിഗ് ബോസിൽ ഞാൻ അണ്ണന് വോട്ട് ചെയ്തു. എൻ്റെ കൊല്ലക്കാരനായതുകൊണ്ട് NDA ആയപ്പോൾ വോട്ട് ചെയ്യേണ്ട എന്ന് തോന്നി. മുസ്ലിം ലീഗ് മുളിയാർ ചക്ക. ഖലീൽ റഹ്മാൻ ഉണക്കമീൻ കൂട്ടും പോലെ നാട്ടുകാർക്ക് മൊത്തം നാറിയാലും നമുക്ക് നല്ല മണമായിരിക്കും. വിപിൻ അണ്ണന് ഒരു സ്റ്റാൻഡേർഡ് ചിഹ്നം ഒന്നും കിട്ടിയില്ലേ ചേച്ചിയെ. റാണി സിഞ്ചു കണ്ണനോട് പറയണം ഡെയിലി നിലപാട് മാറ്റാതെ ഒറ്റ തന്തക്ക് ഉണ്ടായ സ്വഭാവം കാണിക്കാൻ. ഓക്കെ. രാജേഷ് ചേച്ചി പേടിക്കേണ്ട. മെയ് 4-ാം തീയതി ഒരു 8:15 ഉള്ളിൽ അണ്ണനെ കൊണ്ട് ചേച്ചിക്ക് വീട്ടിൽ പോകാം. ഷിജു വിജയൻ എൻ്റെ അണ്ണ. അഷ്റഫ് കുഞ്ഞുണ്ണി മെയ് 4-ാം തീയതിയും അണ്ണൻ്റെ കൂടെയുള്ള ഫോട്ടോ ഇടണേ. സത്താർ ഇവൻ ജനിക്കേണ്ടവനേ അല്ലായിരുന്നു. നികുൽ ദാസ് എന്തൊക്കെ തരം കരച്ചിലുകൾ ആണ് കമൻറ്റ് ബോക്സിൽ നിറയാൻ. തോമസ് ബാബു അണ്ണൻ ശക്തമായ വരവ് ചാണകക്കുഴിയിൽ ആണ് എന്ന് മാത്രം. അറഫാത്ത് ചാണകത്തിൽ പുഴു ഇടക്ക് ഞങ്ങളും കാണാറുണ്ട്. നൗഫൽ നിഫു ചക്ക. അഫു അഫ്സൽ അണ്ണൻ ആണാണെങ്കിൽ ഒരു വാക്കേ ഉള്ളൂ, ഇത് രണ്ടും കെട്ടവൻ. ഷാജൻ മേക്ക് ഷുവർ ആൻഡ് ടേക്ക് മോർ ഫോട്ടോസ് ഫോർ നെക്സ്റ്റ് 20 more days ടിൽ ദി ഇലക്ഷൻ. അനീഷ് ദാസൻ അണ്ണനെ നമുക്ക് തൃക്കാക്കര മുതൽ കോട്ടത്തല വരെ ഓടിക്കാം മെയ് 4-ന്. അനൂപ് കൃഷ്ണൻ നല്ലൊരു പയ്യൻ കോമഡി ആയി ചാണകത്തിൽ വീണാൽ കേരളത്തിൽ കോമഡിയാണ്. സഖാവ് ഹിലാൽ സഖാവ് അണ്ണൻ നിലപാടുകളുടെ രാജകുമാരൻ. കറുത്തവൻ ഇവൻ്റെയൊക്കെ അടിവസ്ത്രം മണുക്കാനും കഴുകി ജീവിക്കാനും മാത്രമേ നിന്നെപ്പോലെയുള്ള അടിമകൾക്ക് യോഗമുള്ളൂ.
ജഗദീഷ്, മൊത്തത്തിൽ സുഡാപ്പികളുടെ കരച്ചിലാണല്ലോ, മുണ്ട് പൊക്കി നോക്കിയിട്ട് ഇടുന്ന വർഗ്ഗങ്ങൾ. ധനീഷ് കുമാർ, ശക്തൻ ചിരിപ്പിക്കല്ലേ. ദിലീപ്, അണ്ണൻ്റെ നിലപാട് പൊളി, ഇപ്പോഴും സോഷ്യൽ മീഡിയയിലുണ്ട്. തോഫിക് മംഗലം, നെക്സ്റ്റ് കേരള CM കൊട്ടാത്തലയുടെ അഭിമാനമായ അഖിൽ അണ്ണന് അഭിവാദ്യങ്ങൾ. നമ്മൾ ജയിക്കും, നമ്മുടെ ജയിക്കൂ, ചക്കക്കൊരു വോട്ട്. കേരളത്തിൽ UP മോഡൽ വികസനം ഉറപ്പ്. നമ്മുടെ ചിഹ്നം ചക്ക, ജയ് ജയ് ചക്ക. മനീഷ് ആറാട്ട്, അണ്ണൻ പ്രോ. ജോബി ജോർജ് മൈരാണ്, തൻ്റെ അണ്ണൻ പന്ന പൂമോൻ. ഉസ്മാൻ മാലിക്, ചേച്ചി പേടിക്കണ്ട, അണ്ണൻ 8 നിലയിൽ പൊട്ടും. അണ്ണൻ പഴയതുപോലെ വാഴക്ക് തടമെടുത്തും മാങ്ങ കച്ചവടം ചെയ്തും നെല്ലിക്ക കച്ചവടം ചെയ്തും വീടിൻ്റെ പരിസരത്ത് തന്നെ ഉണ്ടാകും. ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ അണ്ണനോട് ചോദിക്കണം, വാക്കിന് വിലയുള്ള സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ആണത്തമുള്ള ഒരു മനുഷ്യനായി ജീവിച്ചൂടെ എന്ന്. ഇലക്ഷൻ കഴിയുമ്പോൾ ഫുൾ ടൈം വീട്ടിലുണ്ടാകും, അപ്പോൾ ചോദിച്ചാൽ മതി. ഷംസീർ മരപ്പൊട്ടൻ, വിനീഷ് വിനു, ജീവൻ പോയാലും രാജ്യത്തിൻ്റെ ഒപ്പം നിൽക്കുക, രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പാർട്ടിയോടൊപ്പം നിൽക്കുക. നമ്മുടെ ഗുരുകാരണവന്മാരുടെയും കോടാനുകോടി ദൈവങ്ങളുടെയും അനുഗ്രഹം ഉണ്ടാകും. അപ്പോൾ നമുക്ക്. എൻ ബിജു, വിജയാശംസകൾ. എം ജിത്തു, എം കതിരേഷ്, അഖിലാണ്ടി മുമ്പ് BJP വർഗീയ പാർട്ടിയാണ്, കേരളത്തിൽ അധികാരം കിട്ടില്ല എന്നൊക്കെയാണല്ലോ അഖിലാണ്ടി മുമ്പ് നടത്തിയ വചനങ്ങൾ. കാർത്തികേയൻ, ചിഹ്നം ചക. ബിജു ബിജു ബൈജു, പരിസരത്തെ വരേണ്ട. അബി ഹരി ചുവരിലാണ്. കൺഗ്രാജുലേഷൻ, ആദ്യമായിട്ടാണ് ഒരാൾ ഇയാളെ അഭിവാദ്യം ചെയ്യുന്നത്, കൺഗ്രാജുലേറ്റ് ചെയ്യുന്നത്. അബ്ദുൽ സത്താർ, കണ്ടു, പക്ഷേ ചാണകക്കുഴിയിൽ എന്ന് മാത്രം. എഡിസൺ കോന്നി, ചിഹ്നം സൂപ്പർ. സത്താർ, ചേച്ചിയുടെ ആദ്യത്തേതും അവസാനത്തെയും പോസ്റ്റാണിത്. സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ അഖിൽ മാരാറെ കുറിച്ചിട്ടുള്ള ഒരു പബ്ലിക് ഒപ്പീനിയനും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലുള്ള ആ ഒരു ഇൻട്രാക്ഷനും. അപ്പോൾ നമുക്ക് കാണാം അഖിൽ മാരാർ ബിഗ് ബോസ് തന്നെ റിയൽ കേരള സ്റ്റോറി സൃഷ്ടിക്കുമോ ഇല്ലയോ എന്ന്. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം മെയ് 4-ന്. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.